Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടോപ്പിക്കാണ് കഴിഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് NABHൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, NABH സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ. NABH ഹോസ്പിറ്റലിൽ NABHൻ്റെ എന്തൊക്കെ സ്റ്റാൻഡേർഡാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. The hospital accreditation program assess the quality and operational system which are in place within the facility. The accreditation includes complements with the NABH standard, applicable laws and regulations. NABH standards for hospital is prepared by the technical committee constituted by NABH that has been emit the person from clinical, nursing and medical administration areas, and the accreditation standards take into the consideration the requirements of various laws and regulations and guidelines set by the government from time to time. NABH standard has 10 chapters incorporating 100 standards and 651 objective elements, and out of 651 objective element, 102 are in core category which are mandatorily assessed during each assessment, and 459 are in the commitment category which will be assessed during the final assessment, and 16 are in the achievement category which will be assessed during the surveillance against, and 30 are in excellence category which will be assessed during the de-accreditation. അപ്പം ഒരു NABHൽ നമ്മൾ എന്ത് ചെയ്യണം? NABHൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഹോസ്പിറ്റലിൽ NABHൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പം NABHൻ്റെ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റി, NABHൻ്റെ പേഴ്സൺസ് എന്ന് പറയുന്ന ആ ഒരു NABH ഫുള്ള് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ വെക്കും. ആ കമ്മിറ്റിയിലെ പേഴ്സൺസ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ക്ലിനിക്കലായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ടാവും, അതേപോലെ നഴ്സിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ് എന്ന് പറയുന്ന ഇത്രയും പേരുണ്ടാവും. NABH സ്റ്റാൻഡേർഡിന് 10 ചാപ്റ്റേഴ്സും 100 സ്റ്റാൻഡേർഡ്സും ആണുള്ളത്. അതേപോലെ തന്നെ 651 ഒബ്ജക്റ്റ് എലമെൻസുമാണ് എവിടെയുള്ളത്? ഒരു NABH സ്റ്റാൻഡേർഡ്സിൽ ഉള്ളത്. ഇതിനകത്ത് 10 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 10 ചാപ്റ്റേഴ്സിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് 10 ചാപ്റ്റേഴ്സിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് അസസ് ആൻഡ് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, പിന്നെ അതേപോലെ തന്നെ കെയർ ഓഫ് പേഷ്യൻറ്റ്, മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ, പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ്, ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഒരു NABH സ്റ്റാൻഡേർഡിൻ്റെ പോളിസീസ് അല്ലെങ്കിൽ NABH സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പം നമ്മൾ NABH സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ പേഷ്യൻസിൻ്റെ സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി 651 ഒബ്ജക്റ്റ് എലമെൻറ്റ്സും 10 ചാപ്റ്റേഴ്സുമാണ് ഉള്ളത്. ഇതിനകത്തത്തെ ക്ലിനിക്കൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു NABH കമ്മിറ്റീൻ്റെ ക്ലിനിക്കൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററും നേഴ്സും അതേപോലെ തന്നെ ഒരു ഡോക്ടറുമാണ്. ഓക്കെ, അതിനകത്ത് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ NABH സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ഓൺ പേഷ്യൻ്റ് സേഫ്റ്റി, quality of delivery services by the hospital in changing healthcare environment. Without being a perspective, the object elements remain informative and guide the organization in conducting its operations with the focuses on patient safety. നമ്മൾ എന്താണ് ഒരു NABH മെയിൻലി ഒരു ഹോസ്പിറ്റൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പേഷ്യൻസിന് സേഫ്റ്റി, നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാൻ, നല്ല ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് സ്റ്റാഫിനെ നിയമിക്കാൻ, അതേപോലെ തന്നെ നല്ല എക്യുപ്മെൻറ്റ്സ് നിയമിക്കുക, ഇങ്ങനെയുള്ള ആ ഒരു പ്രക്രിയകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NABH സ്റ്റാൻഡേർഡ് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ NABH എന്ന് പറയുന്നത് 10 ചാപ്റ്റേഴ്സും 100 സ്റ്റാൻഡേർഡ്സും 651 ഒബ്ജക്റ്റ് എലമെൻസും ആണ് ഉള്ളത്. 10 ചാപ്റ്റേഴ്സും 100 സ്റ്റാൻഡേർഡ്സും 651 ഒബ്ജക്റ്റ് എലമെൻസും ആണ് ഒരു NABHന് ഉള്ളത്. NABHൻ്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് NABH സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ
The standard provide framework for quality assurance and quality improvement for hospital. The standards call for continuous monitoring or sentinel event and comprehensive correction action plan leading to build of quality culture at all the level and across the function. NABH protocol എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് NABH standards for hospital. ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി അഷ്വറൻസ്, നമ്മുടെ ഒരു ഹോസ്പിറ്റലിന് ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുക. എന്ത് ഫ്രെയിം വർക്കാണ്? നല്ലൊരു ക്വാളിറ്റി അഷ്വറൻസ് കൊടുക്കുക, നല്ലൊരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ഒരു ഹോസ്പിറ്റലിന് കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല എന്താ പറയുക മെഡിക്കൽ എറേഴ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് ചെയ്യുക. നല്ലൊരു ക്വാളിറ്റി കൾച്ചർ നമ്മുടെ അക്രോസ് ഓൾ ദ ഫങ്ഷനുകൾ, നല്ലൊരു ക്വാളിറ്റി കൾച്ചർ ഒരു ഹോസ്പിറ്റലിന് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഒരു NABH സ്റ്റാൻഡേർഡ്സ് ഒരു ഹോസ്പിറ്റൽ ഇംപ്ലിമെൻറ്റ് ചെയ്താലുള്ള ഗുണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് NABH ക്വാളിറ്റി ആണ്. NABH ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ hospitals and healthcare providers NABH accreditation and accreditation standards have been playing a significant role in improving the quality of healthcare by assessing hospital performance, setting benchmarks for quality since in 2015. അപ്പം NABH എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡാണ്. നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡാണ് എന്തെന്ന് പറയുന്നത് NABH ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് QC എന്ന് പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ആർ ദെയർ ഇൻ 5th edition ഓഫ് NABH. അപ്പം നമ്മുടെ 5th edition ഓഫ് NABHലെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. There are total 651 object elements, out of which are 102 are in the cure category, which will be mandatorily assessed during the each assess. 459 are commitment category, which will be assessed during the final assessment, and 16 are in achievement category, which will be assessed during the surveillance of 13. അപ്പം സെയിം തന്നെ ഞാൻ പറഞ്ഞത് ഒരു 651 ഒബ്ജക്റ്റ് എലമെൻ്റ് ഉണ്ടാവും, ഒരു 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, 10 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പം അതിനകത്ത് 10 ചാപ്റ്റേഴ്സ് നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സിലെ നമ്മുടെ NABH സ്റ്റാൻഡേർഡ്സ് ഒരു ഹോസ്പിറ്റൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർ എന്തൊക്കെ 10 ചാപ്റ്റേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്, എന്തൊക്കെ 10 സ്റ്റാൻഡേർഡ്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നതെന്നാണ്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് AAC ആണ്. AAC എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണ്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് patients are informed for the services provided by the organization. Only those patients who can be cared by the organization are admitted, and emergency patients receive life stabilizing treatment and are then either admitted if resources are available or transferred appropriately to an organization that has the resource to take care of such a patient. An outpatient who do not match the organization resources are similarly referred to the organization that have the required resources, and patients that match the organization resources are admitted using a defined process, and patients are cared for by the organization undergo an established initial assessment and periodic assessment, and the organization provide laboratory and imaging services, and its scope of services and laboratory and imaging services are provided by commitment in the safe environmental for both patients and staff. Patient care is continuous and multidisciplinary, and transfer discharge protocols will be defined and adequate information. അപ്പം
AAC എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണ്. നമ്മുടെ പേഷ്യൻസിന് ഒരു ഓർഗനൈസേഷനിൽ നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യാം, നല്ലോണം ആ ഒരു ഓർഗനൈസേഷനിൽ പേഷ്യൻസിനെ കെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ടുള്ളൊരു പേഷ്യൻസ് വരുമ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ ഒരു പേഷ്യൻസിന് കൊടുക്കുക. അതേപോലെ തന്നെ ഔട്ട് പേഷ്യൻ്റ് റിസോഴ്സസ് അല്ല, ഔട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഷ്യൻസ് വരുവാണെങ്കിൽ ആ പേഷ്യൻസ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക. അതേപോലെ തന്നെ അവരെ നന്നായിട്ട് അസസ് ചെയ്യുക, നന്നായിട്ട് അസസ്മെൻറ്റ് ചെയ്യുക. ആ ഒരു കെയറിങ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കെയർ കണ്ടിന്യൂറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് AAC എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് COP ആണ്. COP എന്ന് പറയുന്നത് കെയർ ഓഫ് പേഷ്യൻ്റ് ആണ്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the organization provides uniform care to all the patients in various settings. The setting include care provided in outpatient units, daycare facility, in patients units including critical care unit, procedure room, operation theatre. When similar care is provided in these different settings, care delivery in uniform, written guidance, applicable laws and regulation guide, emergency and ambulance services, cardiopulmonary resuscitation, uses of blood and blood components, care of patients in critical care, highly dispensing unit, written guidance, applicable laws and regulations also guide the care of patients who are at higher risk of morbidity, mortality and high risk of obstetric patients, pediatric patients undergo procedure sedation, administration of anesthesia, patients undergo surgical procedures, end of the care, pain management, nutritional therapy, rehabilitative services, provide comprehensive health care. The standards aim to guide and encourage the patient safety, overreaching principle for providing care to the patient. The management has been written guidelines for organ donation and procurement. The transplantation program ensure the right skill mix of staffs and related to the supportive to ensure the safe and high quality of care. അപ്പം കെയർ ഓഫ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ പേഷ്യൻസിന് നല്ല കെയറിങ്ങും കാര്യങ്ങളും കൊടുക്കുക. അതിപ്പം ഔട്ട് പേഷ്യൻ്റ് പേഷ്യൻസിനാണെങ്കിലും ഇൻ പേഷ്യൻറ്റിലെ പേഷ്യൻസിനാണെങ്കിലും ICUലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലെ ആൾക്കാരാണെങ്കിലും എല്ലാ പേഷ്യൻസിനും നമ്മൾ എന്ത് ചെയ്യുക, ഒരുപോലെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ചില പേഷ്യൻസ് എന്തായിരിക്കും ഒരുപാട് സർജിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് മീൻസ് അവർ പോവും. ആ സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാം. കാരണം ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അവർ വളരെയധികം ശ്രദ്ധിച്ച് കെയർ ചെയ്ത് നടത്തുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സാണ്. ആ ഒരു പ്രൊസീജിയറിൽ അവരുടെ എൻഡ് ഓഫ് ദ ലൈഫ് വരെയുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം നമ്മളാണ്. പിന്നെ അതേപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുള്ള പേഷ്യൻസ് അവർക്കൊക്കെ നല്ല രീതിക്കുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് കെയറിങ് കൊടുക്കുക. അതേപോലെ തന്നെ ആ പേഷ്യൻസിനെ എൻകറേജ് ചെയ്യുക, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് എൻകറേജ് ചെയ്യുക, നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ ഒരു ഹൈ ക്വാളിറ്റി ഓഫ് എന്താ പറയുക കെയർ കൊടുക്കുക. അതേപോലെ തന്നെ ആ ഒരു പേഷ്യൻറ്റിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കെയർ ഓഫ് പേഷ്യൻറ്റ് COP എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ ആണ്. മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ദ ഓർഗനൈസേഷൻ ഹാസ് സേഫ് ആൻഡ് ഓർഗനൈസ്ഡ് മെഡിക്കേഷൻ പ്രോസസ്, ദ അവൈലബിലിറ്റി ഓഫ് സേഫ് സ്റ്റോറേജ്, പ്രിസ്ക്രിപ്ഷൻ, ഡെസ്റ്റിനേഷൻ, അഡ്മിനിസ്ട്രേഷൻ of medication is governed by a written guidance. The pharmacy should be oversee all the medicines stock out the pharmacy, and the pharmacy should be ensure the correct storage, temperature, light, high risk medication including sound like expiry dates and mannered or documentation. The availability of emergency medication is stressed upon. The organization should have mechanism to ensure that emergency medication are standardized throughout the organization and readily available and replenished promptly, and there should be a monitoring mechanism to ensure the required medications are always stocked and well within expired date. Every high-risk medication ordered should be verified and appropriate person to ensure accuracy of the dose. Frequently the route of administration. Safety is paramount when using necrotic, chemotherapeutic agency and radioactive. അപ്പം മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മാനേജ് ചെയ്യുക. ഒരു ഫാർമസിസ്റ്റ് എന്ത് ചെയ്യണം,
എല്ലാ കാര്യങ്ങളും നന്നായിട്ടാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, നല്ല ടെമ്പറേച്ചറിലാണോ, അത് മീൻസ് എത്ര ടെമ്പറേച്ചറിലാണ് അത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സൗണ്ട്സും ഒക്കെ കറക്റ്റ് ആണോ, അതേപോലെ തന്നെ എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് ഉണ്ടോ, എന്തെങ്കിലും മെഡിക്കൽ എറേഴ്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ആവശ്യമുള്ള മെഡിസിൻസ് ഇന്ന വാർഡിലേക്ക് കൊണ്ട് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വമൊക്കെ ഒരു ഫാർമസിസ്റ്റാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മെഡിസിൻസിനെ മാനേജ് ചെയ്യുക. ആ ഒരു മെഡിസിൻസിൻ്റെ സ്റ്റോറേജ്, അവിടെ എത്ര ടൈം ഓഫ് പീരീഡാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ചാപ്റ്ററിനെയാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് PRE ആണ്. പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദ ഓർഗനൈസേഷൻ ഡിഫൈൻസ്, പ്രൊട്ടക്ട്സ് ആൻഡ് പ്രൊമോട്ടഡ് ദ പേഷ്യൻസ് ഫാമിലി റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദ സ്റ്റാഫ് is aware of these rights and trained to protect them. The patients are informed for their rights, educated about their responsibility at the time of entering the organization. The expected cost of treatment and care are explained clearly to be patient and or family. Patients are educated about the mechanism available for addressing governors. Patients have right to information and education about their healthcare language understood, and they have developed the effective patient-centered communication. അപ്പോൾ PRE എന്ന് പറയുന്നത് പേഷ്യൻറ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻസ് വരുമ്പോൾ ആ ഒരു പേഷ്യൻസിന് പല കാര്യങ്ങളും അറിയാനുള്ള റൈറ്റും ഉണ്ട്. പല കാര്യങ്ങളും ഒരു സ്റ്റാഫ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു സ്റ്റാഫിൻ്റെയാണ്. ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരാളുടെ സ്റ്റേജ് ക്രിട്ടിക്കൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിനോട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് എന്തൊക്കെ മരുന്നും കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അവർ ഇമോഷണലി ഹെൽപ്പ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്, അവരെ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്യണം. അവർക്ക് അവരുടെ അസുഖങ്ങളെക്കുറിച്ച് അവർക്ക് അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെന്താണ്, അവർ ഓരോ ബില്ല് മീൻസ് അവർ കൊടുക്കുന്ന ഓരോ പേയ്മെൻറ്റിൻ്റെയും കാരണം സഹിതം അവർക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പല റൈറ്റ്സും കാര്യങ്ങളും ഒരു പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് നമ്മളോട് ചോദിക്കാനുള്ള അവർ നമ്മളോട് ചോദിക്കാനുള്ള അവർക്കൊരു റൈറ്റ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് ഇഫക്റ്റീവ് ഹെൽത്ത് കെയർ അസോസിയേറ്റ് ഇൻഫെക്ഷൻ, preventing and control the program. The program is documented and aims at reducing and eliminating infection risk to the patient, visitors and providers of care. The program is implemented across the organization, including clinical areas and supportive services, surveillance activities, and incorporated in the infection prevention and control program. The program includes disinfection, sterilization activities and biomedical waste management. The organization and an effective antimicrobial management program through regularly. Okay, അപ്പം നമ്മുടെ എന്തൊക്കെയാണ് പേഷ്യൻസിന് അറിയാനുള്ള റൈറ്റ്സും കാര്യങ്ങളും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെന്താ നോക്കിയത്, ഒരു ഹോസ്പിറ്റലിൻ്റെ ഇൻഫെക്ഷൻ കൺട്രോളാണ്. അപ്പം ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം നമുക്കറിയാം കോവിഡ് ഇഷ്യൂസ് വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ കോവിഡിൻ്റെ കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കോവിഡിൻ്റെ കേസസ് കൂടുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സ്റ്റാഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ വിസിറ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിനൊക്കെ ക്ലസ്റ്റർ ചെയ്യുക, ഡിസിൻഫെക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയാം. അതേപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് ചെയ്യുക. അതൊക്കെ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ 10% മുതൽ 20% മുതൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പം ആ ഒരു വേസ്റ്റസ് ഒക്കെ എന്താവും, ഇൻഫെക്ഷൻ ആയിട്ട് മറ്റുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ഇൻഫെക്ഷനൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്ത്, ഇൻഫെക്ഷൻ ഏരിയാസൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്ത് ക്ലസ്റ്റർ ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റലിൻ്റെയാണ്. അപ്പം ഇത് NABHലെ ചാപ്റ്ററിൽ ഡിയിലാണ് പറയുന്നത്. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി
ഇംപ്രൂവ്മെൻറ്റ്, പേഷ്യൻറ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ പേഷ്യൻറ്റ് സേഫ്റ്റി ഗോൾ സൊല്യൂഷൻ ആർ ഇംപ്ലിമെൻറ്റഡ്. ദ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ബിൻ റോബസ്റ്റ് ഇൻസിഡൻറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. സെൻറ്റിമെൻ്റൽ ഇവൻറ്റ് ഷാൽ ബി ഡിഫൈൻഡ്. ഓൾ ദ ഇൻസിഡൻറ്റ്സ് ആർ ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇസ് ടേക്കൺ. ദ മാനേജ്മെൻറ്റ് ഷുഡ് ബി സപ്പോർട്ട് പേഷ്യൻറ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി പ്രോഗ്രാം ആൻഡ് ദേ നീഡ് ടു എൻകറേജ് ദം. അപ്പം നമ്മുടെ PSQ എന്ന് പറയുന്നത് പേഷ്യൻറ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് അവർക്ക് നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർനാഷണൽ പേഷ്യൻസ് വരെ വരും. അപ്പം അവരെ നല്ല രീതിക്ക് കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ക്വാളിറ്റീസും അവർക്ക് വേണ്ട സേഫ്റ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുത്ത് അവരെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ കെയർ നല്ലതാണെന്നുള്ളത് അവർക്ക് തൃപ്തി വരുത്തുന്ന രീതിക്ക് നടത്തേണ്ട ഒരു ഫംഗ്ഷനിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് പേഷ്യൻറ്റ് സേഫ്റ്റി ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ ലാസ്റ്റ് പോർഷൻ ഇന്ന് നമ്മൾ പഠിച്ചത് NABH സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ എഡിഷൻസ്, അതിൻ്റെ 10 ചാപ്റ്റേഴ്സിലെ PSQ ആണ്, പേഷ്യൻറ്റ് സേഫ്റ്റി ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് വരെയാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ.